പാട്ടുകൂട്ടം കോഴിക്കോടിൻ്റെ മണിമുഴക്കം കലാഭവൻ പുരസ്കാരങ്ങളാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. 9ാമത് മണിമുഴക്കം കലാഭവൻ പുരസ്കാരമാണ് ഇന്ന് പല തുറകളിലും പ്രാമുഖ്യം നേടി വരാൻ അവരെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ വർഷവും ഒരു പുരസ്കാരങ്ങൾ നൽകുക എന്ന ദൗത്യം കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് പാട്ടുകൂട്ടം നടത്തിയതിൽ അതിൻ്റെ ഡയറക്ടറാണ് ഗിരീഷ് ആംപ്ര എൻ്റെ അടുത്ത് വച്ചിരിക്കുന്നത്. ജയന്ത് കുമാർ എന്നൊക്കെ പരിചയമുണ്ടാവും. സന്ദീപ് സത്യനുണ്ട്, ഗണേഷ് പൂങ്ങർ, സിനിമ ചലച്ചിത്ര ഗാനരചയിതാവ് ഷിപ്പിന സിദ്ധാർത്ഥൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഡയറക്ടർ നമ്മളോട് സംസാരിക്കും. ആവർത്തന ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ ഗിരീഷ് ആംപ്രയെ വിശദീകരിക്കാനായി ക്ഷണിക്കും. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നിങ്ങളാണ് ഈ പരിപാടിയുടെ കരുത്ത്. കഴിഞ്ഞ വർഷം തുടങ്ങിയത് മുതലുള്ള കരുത്ത് മാധ്യമങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചൊരു ഫണ്ടോ സർക്കാരിൻ്റെ മറ്റു സാമ്പത്തിക പിന്തുണകളോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. പ്രിയപ്പെട്ട മണി നമ്മെ വിട്ടുകഴിഞ്ഞ വർഷം മുതൽ തന്നെ നമ്മൾ 1ാമത് തുടങ്ങി 9ാമത് മണിമുഴക്കം കലാഭവൻ പുരസ്കാര പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ പാട്ടുകാർ മാത്രമേ അവാർഡ് പട്ടികയിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ പിന്നീട് നമ്മൾ വ്യത്യസ്തമായ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സുത്യർഹമായ സേവനം ചെയ്തു വരുന്ന വ്യക്തികളെ പരിഗണിച്ചു തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ നാടൻപാട്ട് മാത്രമല്ല മാധ്യമ പ്രവർത്തനം, നാടകം, ജീവകാരുണ്യ പ്രവർത്തനം, പരിസ്ഥിതി. ഇപ്പോൾ നമ്മൾ പരിസ്ഥിതി മേഖലയിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂത്ത് അവരെ കൂടി നമ്മൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്തരം വ്യത്യസ്തമായ പരിപാടികളുമായിട്ടാണ് നമ്മുടെ അവാർഡ് പട്ടിക മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടി നമുക്ക് എല്ലാ തവണയും മാനാഞ്ചിറ സ്ക്വയറാണ് നമ്മൾ വേദിയായി കാണാനുള്ളത്. എന്നാൽ ഇത്തവണ നമ്മൾ ഫെബ്രുവരി 9 ടൗൺ ഹാൾ തുറക്കുമെന്നുള്ള അറിയിപ്പ് ഒന്നിനെ തുടർന്ന് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. മാനാഞ്ചിറയാകുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ വളണ്ടിയേഴ്സൊക്കെ ഒരുപാട് മെനക്കെടേണ്ട ഒരു അവസ്ഥയാണ്. മാത്രമല്ല 8 മണി വരെ പരിപാടി നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടൗൺ ഹാൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ അവാർഡ് പട്ടിക പ്രിയപ്പെട്ട ശ്രീ ബിഷപ്പ് സാർ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആചാര്യൻ സംഘാടകൻ. 1ാമത് വർഷം തുടങ്ങിയിട്ട് ബിഷപ്പ് സാർ ചെയർമാനും ഗണേഷ് മാഷ് കൺവീനറുമായിട്ടുള്ള 5 അംഗ സമിതിയാണ് ഈ ഒരു അവാർഡ് നിർണ്ണയിക്കുന്നത്. ജൂറി അംഗങ്ങളായിട്ട് ശ്രീ സന്ദീപ് സത്യൻ, ശ്രീ കോട്ടക്കൽ ഭാസ്കരൻ എന്നിവരൊക്കെയുണ്ട്. അങ്ങനെ 5 അംഗ സമിതിയാണ്. ഏതായാലും ബിഷപ്പ് സാർ 5ാമത് പാട്ടുകൂട്ടം മണിമുഴക്കം കലാഭവൻ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. യഥാക്രമം ഈ വർഷം അവാർഡ് ലഭിച്ചവർ രമേശ് കൊട്ടുള്ളി, ഫോട്ടോ ജേർണലിസം എന്ന ഹസ്തികൻ അദ്ദേഹത്തെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണികണ്ഠൻ തവനൂർ, നാടൻ പാട്ട്, മലപ്പുറത്തുകാരനാണ്. നൈന ഫെബിൻ, പരിസ്ഥിതി. ഇതിനെക്കുറിച്ചാണ് നേരത്തെ ഗിരീഷ് ആംപ്ര പറഞ്ഞത്. മുഹമ്മദ് ഷാഫി വാഴയൂർ, നാടൻ പാട്ട്. മാപ്പിളപ്പാട്ട് മലപ്പുറത്ത് ഭാഗത്തുള്ള ഷാഫി വാഴയൂർ. കലാമണ്ഡലം ശ്രീരേഖ ജി നായർ, ശാസ്ത്രീയ നൃത്തമാണ് അവർക്ക് ഈ വർഷത്തെ അവാർഡിന് അറക്കിയാക്കിയിരിക്കുന്നത്. പിന്നെ രവി വാണിയമ്പറ, നാടൻ പാട്ട് കാസർഗോഡുള്ള വ്യക്തിയാണ്. മുനീർ പി കുഞ്ഞായി, മാപ്പിള കലകളിലെ കോഴിക്കോട്. ഷൈനി പ്രകാശ് ആവള, നാടൻ പാട്ട് കോഴിക്കോട് എന്നിവരാണ് 2025 പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്ന മണിയൂർ കലാഭവൻ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. അതിൽ അർഹരാണ് എന്ന് ഞങ്ങൾ പാട്ടുകൂട്ടം ഇതിൻ്റെ ഭരണസമിതി പ്രഖ്യാപിക്കുന്നു. പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്, തുറന്നുണ്ടാവണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ ഞങ്ങൾ നിങ്ങളെ നാടിൻ്റെ നാടിപിടിപ്പുകൾ അറിയുന്ന ഏറ്റവും ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ ഈ സംരംഭം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ നഗരവൽക്കരണം നമ്മളെയൊക്കെ
ഒരുപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണിത്. ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ രംഗത്തൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതിന് ഞാനും പണ്ടൊരു പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ പത്രപ്രവർത്തകരുടെ സഹകരണം കൊണ്ട് തന്നെ ഒരുപാട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സഹകരണവും ഇതൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള സന്നദ്ധയും പ്രതീക്ഷിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ ഈ 9ാമത് മണിമുഴക്കം അവാർഡ് പ്രഖ്യാപനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, ഇവിടെ സന്നിധായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും പാട്ടുകൂട്ടം കൊടുക്കുന്ന പേരിലും നന്ദി.